ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെയാണ് മൈൻഡ് പവറിൽ കൂടിയിട്ട് PSC ജോലി ലഭിക്കുന്നത്? PSC ജോലിയല്ല, ഗവൺമെന്റ് ജോലി ലഭിക്കുന്നത് എങ്ങനെയാണ്? അപ്പം നമ്മൾ കുറേ അധികം പഠിക്കുന്നത്, പഠിച്ച് അങ്ങനെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കുറച്ച് കഴിയുമ്പം നമ്മളും ഓട്ടോമാറ്റിക്കലി മടുക്കും. കുറേയൊക്കെ പഠിച്ചു, ആ ഒരു രീതി മാറുന്നു, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ മാനസികമായിട്ട് മടുക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ മൈൻഡ് പവറിനെ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ പുതുതായിട്ട് എന്നെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് സിജി ബിജു എന്നിട്ടാണ്. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, ഒരു PSC കോച്ചാണ്. പിന്നെ ആദ്യമേ തന്നെ നമ്മളെ പറ്റിയിട്ട് നമ്മൾക്കൊരു വ്യക്തമായ അഭിപ്രായം വേണം. അതായത് നിങ്ങളിൽ ഏത് പ്രോഗ്രാം ആണ് റൺ ചെയ്യുന്നത്, അല്ലാതെ കുറെ നമ്മൾ ടെക്നിക്സും ടൂൾസും ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഏതാണ് നമ്മളുടെ പ്രോഗ്രാം എന്ന് നമ്മൾ കൃത്യമായിട്ടും ഐഡന്റിഫൈ ചെയ്യണം. അതിനകത്ത് വേണം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഒരു പേപ്പർ എടുക്കാൻ പറഞ്ഞത്. അപ്പൊ അതായത് ഒരു ഗവൺമെന്റ് ജോബ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ള അതായത് ആ ഒരു ഇതിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട്, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, എന്ത് കാഴ്ചപ്പാടാണ് നിങ്ങൾക്കുള്ളത് അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. കാരണം ഇച്ചിരി കഷ്ടപ്പെടാതെ നമ്മുടെ ശരിയായിട്ടുള്ള പ്രോഗ്രാം നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഏതാണ് നമ്മൾക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടുള്ളത് നിങ്ങൾ ലൈവിൽ തന്നെ ഞാൻ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ ചെയ്തോ നോക്കൂ. എന്താണ് നിങ്ങൾക്ക് അത് വരുന്ന നിങ്ങളെ പിന്നോട്ടേക്ക് വലിക്കുന്നത്? നിങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾ എന്തൊക്കെ നോക്കിയിട്ടും പറ്റുന്നില്ല. ആരെങ്കിലും നിങ്ങളെ പറ്റിയിട്ട് പണ്ട്, അതായത് ഇപ്പോഴത്തെ കാര്യമല്ല നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ ജോലിനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് നിങ്ങളെ ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ? മനസ്സിലായി? നിങ്ങളുടെ പ്രോഗ്രാം അല്ല ശരിക്കും നിങ്ങൾ റൺ ചെയ്യുന്നത്. അതായത് പണ്ട് എപ്പോഴും, അത് മേ ബി നിങ്ങളുടെ ജസ്റ്റ് നിങ്ങൾ മൈൻഡ് ഒന്ന് കാം ഡൗൺ ആക്കിയിട്ട് നിങ്ങളുടെ കുഞ്ഞുനാളെന്ന് മുതൽ നിങ്ങൾ ഇങ്ങോട്ടത് സ്റ്റാർട്ട് ചെയ്ത് എവിടെ ഏതെങ്കിലും 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ഒക്കെ നമ്മളൊന്ന് ആലോചിച്ച് ജസ്റ്റ് അതുവഴി എല്ലാം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടൊന്ന് ആലോചിക്കുക. എപ്പോഴാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു ഡ്രോബാക്ക് ഉള്ള ഒരു അവസരം, അല്ലെങ്കിൽ ഒരു വാക്ക്, ഒരു പ്രവൃത്തി ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ ടീച്ചർമാരിൽ നിന്നോ നിങ്ങളുടെ പേരൻസിൽ നിന്നോ അയൽവക്കക്കാരിൽ നിന്നോ റിലേറ്റീവ്സിൽ നിന്നോ ആരെങ്കിലും മേ ബി നിങ്ങളെ നീ ഒരു പെണ്ണല്ലേ, എന്തിനാണ് പഠിക്കുന്നത്, വേറെ പണിയൊന്നുമില്ലേ, നീ അല്ലേ നിന്റെ അമ്മയുടെ കൂട്ടല്ല ആവത്തുള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള ചില വേർഡ്സുകൾ മേ ബി നിങ്ങളെ ഇപ്പോഴും ഹേർട്ട് ചെയ്യുന്നുണ്ടാവാം. അത് നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ക്ലോസ് ചെയ്ത് നോക്കുക. ഞാനൊന്ന് പറയാം. ക്ലോസ് യുവർ ഐസ്. അപ്പൊ ഞാനൊന്ന് അത്യാവശ്യം നിങ്ങളെ ഒരു 20 വയസ്സ് വരെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് കൊണ്ടുപോയിട്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ട്രൈക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഓർത്തേച്ചാൽ മതി. ഇപ്പൊ ടേക്ക് എ ഡീപ് ബ്രീത്ത്. കണ്ണ് ക്ലോസ് ചെയ്ത് നടു നിവർത്തിയിരിക്കുക. എന്നിട്ട് ആൻഡ് സ്ലോലി റിലീസ് ചെയ്യുക ബ്രീത്ത്. ദെൻ അഗൈൻ ടേക്ക് എ ഡീപ് ബ്രീത്ത്. സ്ലോലി റിലീസ് ചെയ്യുക. നിങ്ങൾക്കിപ്പം നിങ്ങളുടെ 5 വയസ്സുള്ള നിങ്ങളെ നിങ്ങളുടെ മനസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ആ ഒരു ടൈമിലുള്ള നിങ്ങളെ. അതിനുശേഷം ആ ഒരു ടൈമിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കൂടെ ഉള്ളവരോ നിങ്ങളുടെ സിബ്ലിങ്സോ ഓർ നിങ്ങളുടെ കസിൻസോ ആരെങ്കിലും ഉള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ആരെങ്കിലും വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്തിട്ടുണ്ടോ? 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ ഇപ്പോൾ എത്തുകയാണ്. ആ ഒരു ടൈമിലും ഇങ്ങനെയുള്ള ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ പഠന സംബന്ധമായിട്ട് എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ആലോചിക്കാം. അഗെയിൻ 3ാം ക്ലാസ്സിലായിരിക്കാം, 4ാം ക്ലാസ്സിലാവാം. ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ആ ഒരു വഴികളിലൂടെ എല്ലാം ആ സ്കൂൾ ടൈമിൽ ഒന്ന് പോയിട്ട് വരിക. ദെൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സോ നിങ്ങളുടെ കൂടെ പിറപ്പുകളോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ട്യൂഷൻ സാറുമാരോ എന്തെങ്കിലും. ഇനിയും 6ാം ക്ലാസ്, അവിടെയും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മനസ്സിൽ ഒന്ന് പോയിട്ട് വരിക. 7ാം ക്ലാസ്, ആരെങ്കിലും നിനക്കതിനൊന്നും കഴിവില്ല, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, അങ്ങനെയൊക്കെയുള്ള
ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം. 8ാം ക്ലാസ്, 9ാം ക്ലാസ്, അല്ലെ ഇതൊന്നും ഒരു വലിയ വിജയമല്ല, ഇതൊന്നും വലിയ കാര്യമല്ല, ഇതൊക്കെ എല്ലാവർക്കും നേടാൻ പറ്റുന്നതാണ്, നീ വലിയ കാര്യമാക്കി എടുത്തുള്ളണ്ട എന്നൊക്കെയുള്ള രീതിയിൽ ആരെങ്കിലും വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ? ദെൻ 9ല് 10ല് അത്യാവശ്യം ആ ഒരു ടൈമില് നിങ്ങൾക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ണു തുറക്കണ്ട. ബാക്കിയുള്ളവരെല്ലാം ഇവിടെ ലൈവിൽ ഇരിക്കുന്നവരെല്ലാം ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഞാൻ ഈ പറഞ്ഞ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഏരിയാസ് നിങ്ങൾ നോക്കിയ സമയത്ത് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്നൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഇടാമോ? ഓക്കെ, ശില്പയ്ക്ക് കിട്ടിയിട്ടുണ്ട്, റയ ഫാത്തിമ കിട്ടി, തസ്നീം കിട്ടിയിട്ടുണ്ട്, ഇന്ദു കിട്ടിയിട്ടുണ്ട്, കേറിയേ ഉള്ളൂ. നിമിഷ കിട്ടി, ധനുഷ കിട്ടി. ഏതെങ്കിലും നമ്മുടെ ജോബിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തടയുന്ന, മാനിഫെസ്റ്റ് ചെയ്യുക മീൻസ് ആ റിയാലിറ്റിയിലേക്ക് വരിക, ദാറ്റ് ഈസ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ജോബ് എന്തുകൊണ്ടാണ് നമുക്ക് വരാത്തത് എന്നിട്ടുള്ളതാണ് ടോപ്പിക് വരുന്നത്. ആ ഒരു ടൈമിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഈ സ്റ്റേജിനകത്ത് ആരെങ്കിലും നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ, പഠന സംബന്ധമായിട്ടോ, ഓർ നീ ഇതൊന്നും പഠിച്ചിട്ടൊന്നും കാര്യമില്ല, നീ ഒരു പെണ്ണല്ലേ, സോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ബന്ധുക്കാരോ ടീച്ചർമാരോ വീട്ടുകാരോ ആ ട്യൂഷൻ സാറന്മാരോ ആ ഒരു രീതിയിൽ നിങ്ങളെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾ എഴുതി വെക്കുക, അത് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അവര് പറഞ്ഞ പേപ്പറിൽ വേണം ഞാൻ ഈ പറയുന്ന കാര്യം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം അത്യാവശ്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് വന്ന് നിങ്ങളുടെ അത്യാവശ്യം പഠന ടൈം വരെ ഉള്ള സംഭവങ്ങൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിനോട് ചോദിക്കുക. ഏതെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ കൃത്യമായിട്ടത് അറിയാൻ പറ്റും. ഇപ്പോഴും നിങ്ങൾക്ക് അത് ഓർക്കുമ്പോൾ ഒരു പെയിൻ ഉണ്ടോ? ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ഓർക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു വിങ്ങലുണ്ടോ? ഓർ അത് ആലോചിക്കുന്ന സമയത്ത് ഓർ അവരോടുള്ള ദേഷ്യം ഉണ്ടോ ഇപ്പോഴും? ദേഷ്യം ഉണ്ടെങ്കിലും ഇല്ലേലും ആ ഒരു വാക്ക് എഴുതുക ആലോചിക്കുമ്പോൾ. അത് എഴുതുക. അതായത് അവരെന്താണ് പറഞ്ഞത്? എന്ത് ഇമോഷനാണ് നിങ്ങൾക്ക് അത് വരുമ്പോൾ തോന്നുന്നത്? സങ്കടമാണോ, ഓർ അവരോടുള്ള ദേഷ്യമാണോ, ഓർ അവർക്ക് എന്തോ ആയിക്കോട്ടെ, എന്തോ ഒരു ഇമോഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. പറയുന്നുണ്ട്, എഴുതും. എന്തോ ആയാലും നിങ്ങളുടെ മനസ്സിലേക്ക് ആര് പറയുന്നതാണ് വിഷമം, ആര് പറഞ്ഞിട്ടുള്ളതാണ് വിഷമം, അതെല്ലാം. അതായത് ഞാൻ നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങളെ അതിനേക്കാൾ ശക്തമായിട്ട് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ പറയുന്നവരും കാണും. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം നിങ്ങൾ എത്രയൊക്കെ എഫോർട്ട് എടുത്താലും നിങ്ങളുടെ ഈ ഇമോഷൻ ഉള്ളിടത്തോളം കാലം എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എത്ര ശ്രമിച്ചാലും അങ്ങോട്ടേക്ക് പോവാൻ പറ്റത്തില്ല. നിങ്ങൾ ഇങ്ങനെ പിടിച്ചിങ്ങനെ വലിക്കുവാണ് ഈ വാക്കുകൾ. കാര്യം അത്രത്തോളം മുറിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലായോ? അതായത് നമ്മളിപ്പോ ഒരു മരുന്ന് പെരട്ടുവാണ്. ആ മരുന്ന് പെരട്ടി വെറുതെ ഇങ്ങനെ ബാൻഡേജ് കെട്ടി വെക്കുവാണ്. ആ മുറിവ് ഉള്ളിൽ നിന്ന് കരിഞ്ഞിട്ടില്ലെങ്കിൽ എപ്പോഴായാലും അതേ കുത്തുമ്പോൾ നമുക്ക് വേദന വരത്തില്ലേ? അതായത് നമ്മുടെ കൈ ഒന്ന് മുറിഞ്ഞു, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പഴുത്തു. അപ്പൊ ആ ഒരു ടൈമില് നമ്മൾ എവിടെ തൊട്ടാലും നമ്മൾക്ക് വേദന വരത്തില്ലേ? ഉള്ളും നന്നായിട്ടും പുതുതായിട്ട് ദശയൊക്കെ വന്നില്ല ആ ഒരു രീതിയിൽ.
അതുപോലെയാണ് ഈ പറഞ്ഞിരിക്കുന്ന മാനസികമായിട്ട് ഏൽക്കുന്ന മുറിവുകൾ. നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത്. മറ്റത് ഫിസിക്കലി ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിലാവുന്ന പറയുന്നത്. അപ്പൊ ആ ഒരു വിഷമം ഉള്ളത് കൊണ്ട് ആണ് പലരുടെയും മാനിഫെസ്റ്റേഷൻസ് റിയാലിറ്റിയിലേക്ക് വരാത്തത്. അല്ല എങ്കിൽ ഈ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ എന്നും പറഞ്ഞ് ഒരു ഉറപ്പില്ലാതെ നിൽക്കുന്ന ലൈഫ് കിട്ടുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ. അപ്പൊ ആ ഒരു ബ്ലോക്കിനെ നമ്മൾ എടുത്ത് കളയണം. ഓക്കെ, അപ്പം ഇതിന് കാര്യമായിട്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന എന്താണ്? ഇത് അവരുടെ വാക്കുകളാണ്. ഇത് നിങ്ങളുടെ പ്രോഗ്രാം ആണോ? ഇത് നിങ്ങൾ പറഞ്ഞിരിക്കുന്നതാണോ? അല്ല. അപ്പൊ നിങ്ങൾക്ക് എന്തു ആഗ്രഹം? നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഗ്രാമിനെ പകരമായിട്ട് അവിടെ കൊടുക്കാനുള്ളത് നിങ്ങൾ അവിടെ എഴുതി വെക്കുക. അവരുടെ നിങ്ങൾ ജസ്റ്റ് ആയിട്ട് വെട്ടിക്കളയുക. മനസ്സിലായോ? ഇതൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്തു തരാം ഫസ്റ്റ്ലി. കാര്യം ഓൾഡ് പ്രോഗ്രാംസ് അവിടെ ഇരിക്കുന്നു, നമ്മൾ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും. നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ പൊട്ടിത്തെറിക്കുന്നതിന്റെ റീസൺ എന്തുകൊണ്ടാണ്? ഈ സംഭവം ഇവിടെ ഇങ്ങനെ ഓരോ കുറെ വ്യക്തികളെ സംബന്ധിച്ചിട്ട് കുറെ ബ്ലോക്സുകൾ ഇങ്ങനെ ഹീൽ ചെയ്യാൻ കാണും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഇവരുടെയൊക്കെ മുമ്പിൽ നിന്നൊന്നും എഴുതരുത്. നിങ്ങൾക്ക് നല്ല ഒരു നിങ്ങൾ ഏത് ജോബാണ് ആഗ്രഹിക്കുന്നത് ആ ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ട എന്തൊക്കെയാണോ നിങ്ങൾ അത് പോസിറ്റീവായിട്ട് അഫോം ചെയ്ത് ഒരു സെന്റൻസ് പോലെ എഴുതുക. നിങ്ങൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ആണെങ്കിൽ അത്, ഓർ LDC ആണെങ്കിൽ അത്, ഓർ സെയിൽസ്മാൻ ആണെങ്കിൽ അത്, ഏതാണ് വേണ്ടത് എഴുതി വെക്കുക. ഏത് രീതിയിലാണ് കൃത്യമായിട്ട് ഒരു ഫോക്കസ് മാത്രമേ ഉള്ളൂ. എല്ലാത്തിനകത്തും വേണം എന്ന് പറയുന്നത് ഒറ്റ ഫോക്കസ്. ബാക്കിയുള്ളത് നമുക്ക് അതിന് അനുബന്ധമായിട്ട് ഓട്ടോമാറ്റിക്കലി വന്നോളും. അഡീഷണൽ ബോണസ് ആയിട്ട് ഒറ്റ ഒരു ലക്ഷ്യം മാത്രം ഫോക്കസ് ചെയ്യുക. പൊക്കോളൂ. എഴുതിയോ? നമുക്കിനി ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. ഒന്നുകിൽ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് ചെയ്യാം, വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാം. അതർവൈസ് ടേക്ക് എ എന്താ എന്റെ പേര്, കണ്ണാടി എടുക്കുക. അതായത് മിറർ എടുക്കുക. അതായത് ഫുൾ സൈസ് മിററിന്റെ മുമ്പിൽ പോയിട്ട് എടുക്കാം. ഓർ അതർവൈസ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഉള്ള ഒരു മിറർ എടുക്കാവുന്നതാണ്. എടുത്തതിന് ശേഷം നിങ്ങൾക്കിപ്പോ അവരുടെ പ്രോഗ്രാം ഉണ്ടല്ലോ. അപ്പൊ അതിനുശേഷം നമ്മളുടെ എല്ലാ പ്രോഗ്രാംസും റൺ ചെയ്ത് കിടക്കുന്നത് നമ്മൾക്ക് ഡീപ്പ് ലെവലിൽ കിടക്കുന്നത് അബോധ അവസ്ഥയിലായിരിക്കും. ചിലത് ചെറിയ ഓർമ്മകൾ കാണും. ഇങ്ങനെ ഇമോഷണലി എല്ലാം വന്ന് ബന്ധിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. സബ് കോൺഷ്യസ് മൈൻഡ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ പറയാൻ പറ്റും? നമ്മുടെ ഡയറക്ട്ലി കണക്റ്റഡ് ടു അവർ പീനിയൽ ഗ്ലാൻഡ് ആണ്. മനസ്സിലായോ? പീനിയൽ ഗ്ലാൻഡ്. അപ്പൊ ആ പീനിയൽ ഗ്ലാൻഡിലാണ് ഈ സംഭവങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളുടെ ആ ഒരു ഹാർഡ് ഡിസ്കിലേക്ക് ആണ് നമ്മുടെ ഈ പ്രോഗ്രാംസ് എല്ലാം പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിനെ നമ്മൾ ആക്ച്വലി എടുത്ത് കളയാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ അത് ഫിസിക്കലി അത്രയും എഫേർട്ട് എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒന്നും ആരും പബ്ലിക്കലി ഒന്നും പറയത്തില്ല. അതായത് ഹൈ ലെവൽ അഡ്വാൻസ്ഡ് കോഴ്സിനകത്ത് വരുന്ന ഒരു ടെക്നിക്കാണ് ഇതെന്ന് പറയുന്നത്. സോ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഈ ഒരു അവസരം ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്ക് നശിപ്പിക്കാൻ പറ്റിയത്. അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യേണ്ടതാണ് ഉറപ്പായിട്ടും, കേട്ടോ. അപ്പം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വൃത്തികെട്ട പ്രോഗ്രാം ഉണ്ടല്ലോ, ആ ഒരു പ്രോഗ്രാമിനെ നമ്മളിങ്ങനെ ഒരു ചെടിയെയൊക്കെ നമ്മളിങ്ങനെ വലിച്ചു പറിക്കത്തില്ലേ? അതായത് ഒരു നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു സംഭവത്തിനെ നമ്മളിങ്ങനെ പിടിച്ച് പറിച്ച്, അതായത് മുള്ളിനെയൊക്കെ പിടിക്കത്തില്ലേ, മുള്ളൊക്കെ പിടിക്കത്തില്ലേ?
ചിലപ്പോ നിങ്ങൾക്ക് നന്നായിട്ട് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അത് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ഒരു പെയിൻ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അത് നിങ്ങൾ ഡു ഇറ്റ് നൗ. ആ ഒരു നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള അവർ പറഞ്ഞിരിക്കുന്ന വാക്കുകളും നിങ്ങളെ മുറിവേറ്റപ്പെട്ട ആ വാക്കുകളും എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അത്രയും ഫോഴ്സ് എടുത്തിട്ട് റിമൂവ് ചെയ്യണം, ഞാൻ പറയുന്നത് അനുസരിച്ചിട്ട്. ഓക്കെ, ടേക്ക് എ ഡീപ് ബ്രീത്ത്. സ്ലോലി എക്സേൽ ചെയ്യുക. ടേക്ക് എ ഡീപ് ബ്രീത്ത്. സ്ലോലി എക്സേൽ ചെയ്യുക. ടേക്ക് എ ഡീപ് ബ്രീത്ത്. സ്ലോലി എക്സേൽ ചെയ്യുക. അപ്പം നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ റിലേറ്റീവ്സോ നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ ടീച്ചേഴ്സോ ആരും ആയിക്കോട്ടെ, നിങ്ങളെ മുറിവേറ്റപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളെ വളരാൻ അനുവദിക്കാത്ത, നിങ്ങളെ പുറകോട്ടേക്ക് പിടിച്ചിരിക്കുന്ന ആ ഒരു മുറിവുകള് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങളുടെ സോളിൽ നിന്നും എല്ലാം നിങ്ങൾ അതിനെ എടുത്ത് മാറ്റുകയാണ്. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എത്രത്തോളം ഫോഴ്സ് എടുത്തിട്ട് ഒരു ഹാർഡ് ഡിസ്കിനെയൊക്കെ നമ്മൾ വലിച്ച് ഇങ്ങോട്ട് CD ഒക്കെ എടുക്കാൻ നേരം എടുക്കുന്നത് പോലെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബട്ടൺ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ബട്ടണിന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്ന ആ ഒരു ഫയൽസിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന അതേ ഫോഴ്സിൽ ആ ബട്ടൺ ഞെക്കിയിട്ട് ഇങ്ങോട്ട് എടുക്കുക. ശരിക്കും ഫിസിക്കലി അത് ആക്ട് ചെയ്യുക. എടുത്ത് ദൂരെ കളയുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക, ഫീൽ ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു കറുത്ത ഒരു രൂപം പോകുന്നത് പോലെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യണം. ശരിക്കും ഫിസിക്കലി അത് ചെയ്യുക. ഫിസിക്കലി അത് ചെയ്യുക. അത്രത്തോളം ഫോഴ്സ്ഫുള്ളി ചെയ്യുക. നെറ്റിയുടെ അതായത് രണ്ട് ഐബ്രോസിന്റെ സെന്ററിൽ പിടിച്ചിട്ട് വേണം കംപ്ലീറ്റ് ആയിട്ട് അതിനെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട്. വലിച്ച് അങ്ങോട്ട് കളയുക. നമ്മൾ അത്രത്തോളം ഇഷ്ടമല്ലാത്തൊരു സംഭവത്തിനെ നമ്മളെ ഒരു അട്ട ചുറ്റി പിടിക്കുമ്പോൾ നമ്മളെടുത്ത് കളയുന്ന അതേ ഫോഴ്സോട് കൂടിയിട്ട് അതേ ഇതോട് കൂടിയിട്ട് എടുത്ത് കളയുക. നിങ്ങൾക്ക് എത്ര മാത്രമാണോ ആ ഒരു ഫീല് കിട്ടുന്നത് അത്രത്തോളം ടൈമില് നിങ്ങൾ അത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു ആശ്വാസം വന്നു, കംപ്ലീറ്റ് ആയിട്ട് അത് റിമൂവ് ആയി എന്ന് പറയുന്നിടം വരെ നിങ്ങൾ അത് എടുത്തു കളയുക. അതിനുശേഷം നിങ്ങളുടെ പുതിയ പ്രോഗ്രാമിനെ നിങ്ങൾ അവിടോട്ട് ഇൻബിൽട്ട് ചെയ്യുക. ആ ഒരു സംഭവത്തിന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ പുതിയ പ്രോഗ്രാം അവിടോട്ടേക്ക് ഇൻബിൽട്ട് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ശരീരം ഫുള്ളായിട്ട് ആ ഒരു എനർജിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുക. നിങ്ങളുടെ പുതിയ പ്രോഗ്രാമില് അത് നിങ്ങളുടെ ശരീരത്തിനോടും നിങ്ങളുടെ ആത്മാവിനോടും ഫുള്ളായിട്ട് ചേർന്ന് നിങ്ങളോട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ അതേ ജോബിന്റെ അതേ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് ശരിക്കും വിഷ്വലൈസ് ചെയ്യാൻ വരുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് നടക്കുന്നതും നിങ്ങൾ ആഗ്രഹിച്ച ആ ജോലി കിട്ടിയതായിട്ടും എല്ലാം ആ ഒരു പുതിയ പ്രോഗ്രാം എങ്ങനെയാണോ നിങ്ങൾ പേപ്പറിനകത്ത് എഴുതിയത് അത് അതുപോലെ അതിലേക്ക് ഇൻബിൽട്ട് ചെയ്യുക. ആ ഒരു പുതിയ പ്രോഗ്രാം നമ്മൾ CD ഒക്കെ ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ കൃത്യമായിട്ട് ആ ഒരു മെന്റലി നിങ്ങൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, കമാൻഡ് കൊടുക്കുക. ഇനി മുതൽ നിങ്ങളുടെ പ്രോഗ്രാം ഇതാണ്. ഞാനാണ് എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മറ്റുള്ളവരുടെ വാക്കുകൾ അല്ല എൻ്റെ ജീവിതം തീരുമാനിക്കുന്നത് എന്നിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കമാൻഡ്സ് കൊടുക്കുക. ഐ ആം പവർഫുൾ, ഐ ആം എക്സ്ട്രാ ഓർഡിനറി, ഐ ആം കാം, ഐ ആം പീസ്ഫുൾ, ഐ ആം സ്മാർട്ട്, ഐ ക്യാൻ അട്രാക്ട് മൈ കരിയർ. എന്നിട്ട് നിങ്ങൾ യൂണിവേഴ്സിനും നന്ദി പറയുക. ഇനി ടേക്ക് എ ഡീപ് ബ്രീത്ത് ചെയ്തിട്ട് സ്ലോലി എക്സേൽ ചെയ്യുക. എന്നിട്ട് കൈ രണ്ടും റബ്ബ് ചെയ്ത് കണ്ണുറക്കുക.
ഇനി കണ്ണാടി നോക്കിയിട്ട് ഐ ലവ് യു എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. കണ്ണാടി നോക്കിയിട്ടോ ഇതിനകത്ത് തന്നെ നോക്കിയിട്ടോ, അതായത് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നവർ ഡയറക്റ്റ് ഇതിൽ നോക്കിയാലും മതി. വൗ, വാട്ട് യു ഫീൽ? അപ്പൊ ഈ ഒരു പ്രോഗ്രാം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ പലതും എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ പലതിലേക്ക്, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള പവറാണ് എന്റെ കൊച്ചുങ്ങളെ. അപ്പൊ അതെല്ലാം നമ്മൾ പല ആൾക്കാരുടെയും വാക്കുകൾ വെച്ച് നമ്മൾ എത്രമാത്രം അഫ്രം ചെയ്താലും നമുക്ക് ദേഷ്യവും ഇതെല്ലാം വരും ഓട്ടോമാറ്റിക്കലി. അപ്പൊ അതിനെല്ലാം നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാവുന്നതാണ് ഈ ഒരു കാര്യം. നിങ്ങൾ ഒരു അത്യാവശ്യം 2-3 ദിവസം ഒന്ന് സ്വന്തമായിട്ട് ഈ ഒരു കാര്യം ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഫീൽ കിട്ടുന്നിടം വരെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഉറപ്പുണ്ടല്ലോ, ഇതാ എന്റെ പ്രോഗ്രാം ആണ് എന്നിൽ വർക്ക് ചെയ്യുന്നത് എന്നിട്ടുള്ള കാര്യം. നമ്മുടെ പ്രവൃത്തികളും നമ്മളുടെ ചിന്തകളും നമുക്ക് നോർമൽ ആകുമ്പോൾ നമുക്ക് അറിയാം ഇത് ആരുടെ പ്രോഗ്രാം ആണ് എന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അവർക്ക് സോഷ്യൽ മീഡിയയിൽ എന്നുള്ളത് വിഡ്രോ ചെയ്യണം, എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് തിരിച്ചിറങ്ങാൻ പറ്റാത്തവരുണ്ടോ? അത് നിങ്ങളുടെ പഠനത്തെ ബാധിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് സോഷ്യൽ മീഡിയ ഇടയ്ക്ക്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഓൾറെഡി പറയുന്നത് പോലെ നമ്മൾ 2-3 പ്രാവശ്യം വിഷ്വലൈസ് ചെയ്യുക, ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത്. അത് നമ്മൾ നേരത്തെ ഞാൻ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതായിട്ടും നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നടക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യണം. ഒരു 2-3 പ്രാവശ്യം ഫോഴ്സ്ഫുള്ളി ചെയ്യണം. അതായത് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ എൻഗേജ്ഡ് ആക്കി വെക്കുമ്പോൾ നമുക്ക് സമയം ഉണ്ടെങ്കിലല്ല അങ്ങോട്ടേക്ക് പോയി നോക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? നമ്മൾക്ക് കൃത്യമായിട്ട് ഇന്ന സമയത്ത് ഞാൻ പിറ്റേ തൂക്കും, ഇന്ന സമയത്ത് ഞാൻ പഠിക്കും, ഇന്ന സമയത്ത് ഞാൻ അത് ചെയ്യും, ഇന്ന സമയത്ത് ഇത് ചെയ്യും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു പ്ലാൻ നമ്മൾ ഓൾറെഡി അവിടെ ഫിക്സ് ചെയ്ത് വെക്കണം. ഇപ്പൊ നിങ്ങളെ കൊണ്ട് ഞാൻ എഴുതിപ്പിച്ചു വെച്ചില്ലേ ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ആ കാര്യം ഒന്ന് എടുത്ത് ഇട്ടാൽ മതി. എന്നതുപോലെ നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി വെക്കണം, ഇന്ന കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് 2-3 പ്രാവശ്യം ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതങ്ങ് ഓക്കെ ആവും. അങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിക്കുന്നതായിട്ടും നമുക്ക് ജോലി കിട്ടുന്നതായിട്ടും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ടും ഈ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് നമ്മൾ കണ്ണടച്ചിരുന്ന് കുറച്ചു നേരം വിഷ്വലൈസ് ചെയ്യുക. ഐൻസ്റ്റീൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് പഠിക്കുന്നു എന്നതിലല്ല, നമ്മൾക്ക് ഇമാജിനേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായോ? കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അതായത് നമ്മുടെ മൈൻഡിന്റെ ഏറ്റവും കൂടുതൽ പവർ കിടക്കുന്ന 90% എവിടെയാണ്? ഈ സബ് കോൺഷ്യസ് മൈൻഡിനാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയാവുന്ന 2 ലാംഗ്വേജസേ ഉള്ളൂ. ഒന്ന് ഇമേജസ് ആണ്, ഒന്നെന്ന് പറഞ്ഞിരിക്കുന്നത് ഇമോഷൻ ആണ്. ഈ ഇമോഷൻ നിങ്ങൾക്ക് അവിടെ കിടക്കുന്നത് കൊണ്ടാണ് എന്ത് വരുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ബ്ലോക്കുകൾ വരുന്നത്. മനസ്സിലായി? നമ്മൾ ഈ ഫിസിക്കലി എത്ര കടന്ന് മാറ്റം ഉണ്ടാക്കിയാലും അവിടെ ഒരു കുന്തവും മാറാൻ പോകുന്നില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 10% മാത്രമേ ഉള്ളൂ ഇതിന് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പോ ഈ പറയുന്നതെല്ലാം ആര് കേട്ടോണ്ടിരിക്കുന്നുണ്ട്? നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് കേൾക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളെ ശ്രദ്ധിക്കുന്ന വേറൊരാളുണ്ട്. ആരാ? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവാണ്. അത് ഉറക്കത്തിലായാലും രാത്രി ആയാലും പകലായാലും അവർക്കൊരു ക്ഷീണവും ഇല്ല. 24/7 ടൈംസിലും എന്താണ്? ഒരു ഫുൾ ടൈം വർക്കിംഗ് ആയിട്ടുള്ള, ഫുൾ മെമ്മറി ഉള്ള, ഫുൾ ചാർജ് കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് നമ്മളിലേക്ക് തിരിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മൾ എന്താണ് പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം എങ്ങനെയാ? നമ്മുടെ ഇമോഷൻ വെച്ചിട്ടാണ് അവിടെ അളന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു വ്യക്തി ഒരു വാക്ക് പറയുന്നത് കൊണ്ടല്ല പ്രശ്നം, ആ വാക്കിന് പിന്നിലുള്ള ഇമോഷൻ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതേ ആർക്കറിയത്തുള്ളൂ? സബ് കോൺഷ്യസ് മൈൻഡിന് അറിയത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആൾക്കാരെ പ്രാകുമ്പോഴായാലും ഒക്കെ ഫലിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് പേടി വരുന്നത്. ആൾക്കാരൊക്കെ പ്രാഗിയിട്ടുണ്ട്, എനിക്കത് കിട്ടത്തില്ല, ഇത് കിട്ടത്തില്ല, നീ നന്നാവത്തില്ല, അങ്ങനെയൊക്കെയുള്ള വാക്കുകളും ഒക്കെ ഉണ്ടായിരിക്കും മേ ബി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്താ അവരവർക്ക് തന്നെ കിട്ടത്തുള്ളൂ. മനസ്സിലായി? നിങ്ങളെ ആരെങ്കിലും പ്രാഗിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രശ്നവും വേണ്ട. അത് ആര് പ്രാഗിയാലും അവരവർക്കേ കിട്ടത്തുള്ളൂ. കാര്യം ആ ഇമോഷൻ ആരാ എടുത്തേക്കുന്നത്? അവരാ എടുത്തേക്കുന്നത്. ആ ഇമോഷനെ നമ്മൾ വലിയ പേടിയോടെ നോക്കുമ്പോഴാണ് നമുക്ക് ആ പ്രശ്നം വരുന്നത്.
അപ്പൊ അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളൊന്നും നമ്മൾ പറയരുതെന്ന് പറയുന്നതിന്റെ അർത്ഥം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഇമോഷനെ അറിയത്തുള്ളൂ. നമ്മൾ ദേഷ്യപ്പെട്ടാൽ അതിന് ദേഷ്യമേ അറിയത്തുള്ളൂ, സന്തോഷിച്ചാൽ സന്തോഷമേ അറിയത്തുള്ളൂ. ഇമോഷൻ മാത്രമേ അതിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജ് സീറോസ് വൺസ് എന്ന് പറയുന്നത് പോലെ ഇതിനകത്ത് എന്ത് ചെയ്യണം? നല്ല നല്ല ഇമോഷൻസ് കൊടുക്കണം. അതിന് ഏറ്റവും ശക്തമായിട്ടുള്ള ഭാഷ എന്താണ്? എല്ലാവരെയും സ്നേഹിക്കുക എന്നിട്ടുള്ളതാണ്. അപ്പൊ ആ സ്നേഹത്തിന്റെ ഭാഷയിൽ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സ്റ്റേജിൽ നിന്നിട്ട് നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റും. അപ്പൊ നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺസ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ശരിയാവും. അതോടൊപ്പം തന്നെ നമുക്ക് ബോഡിക്ക് വേണ്ട എക്സസൈസ് നിങ്ങൾ എല്ലാ ദിവസവും ഒത്തിരി സമയം ചെയ്യേണ്ട, ഒരു 3 മിനിറ്റ് എങ്കിലും നിങ്ങളുടെ ബോഡി ആക്ടിവേറ്റ് ചെയ്യണം. പിന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്തുണ്ടാവണം? ഇല്ലാത്തതിലേക്ക് ഫോക്കസ് ചെയ്യരുത്. നിങ്ങളുടെ വൈബ്രേഷൻ ലെവൽ എപ്പോഴും ഹൈ ആക്കി വെച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. കാരണം നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? അതിന്റെ ഒരു ഫ്യൂവലാണ് നന്ദി എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് വെറുതെ ആയാലും നമ്മൾക്ക് നമ്മുടെ എനിക്ക് നന്ദി ഒന്നും പറയാനില്ലാത്ത ആൾക്കാർ കാണും. അപ്പൊ ആലോചിക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന ശുദ്ധവായുവിനും, നിങ്ങൾക്ക് കിട്ടുന്ന വെള്ളത്തിനും, നിങ്ങൾക്ക് കിട്ടുന്ന ആഹാരത്തിനും, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതിനും, വായിക്കാൻ പറ്റുന്നതിനും, കേൾക്കാൻ പറ്റുന്നതിനും, ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതിനും, ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നതിനും, അങ്ങനെ അനവധി കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ എന്തുവാ, 1-2 കാര്യങ്ങളായിരിക്കും നമുക്കില്ലാത്തത്. നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ലാക്കിലാണ്. ബാക്കി ചുറ്റും കിടക്കുന്ന എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരു കാര്യവും ഇല്ല. ജീവിതത്തിൽ എന്തില്ല എന്നതിലാണ് നമ്മുടെ ഫോക്കസ് പോയിരിക്കുന്നത്. അതേസമയം നിങ്ങൾ ഫോക്കസ് എവിടേക്ക് കൊടുക്കുക? എന്തുണ്ട് എന്നതിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. അപ്പഴാ എന്ത് ചെയ്യും? നമുക്ക് ഇല്ലാത്തതോടെ ഇങ്ങ് വന്നു ചേരും. മനസ്സിലായോ? എപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും എനിക്ക് ജോലിയില്ല, ജോലി കിട്ടിയിട്ട് ഞാൻ സന്തോഷിക്കാം, അല്ലെങ്കിൽ എന്റെ അത് കിട്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചിട്ട് സന്തോഷിക്കാം, ഞാൻ അല്ലെങ്കിൽ കാറ് വാങ്ങിച്ചിട്ട് സന്തോഷിക്കാം, ഞാൻ അല്ലെങ്കിൽ ദുബായി പോയിട്ട് സന്തോഷിക്കാം, ഇതെല്ലാം കഴിഞ്ഞിട്ട് സന്തോഷിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. ആ ഒരു പ്രോസസ് നിങ്ങൾ എൻജോയ് ചെയ്യണം. ഇപ്പൊ ജോലി കിട്ടിയിട്ട് നിങ്ങൾ സന്തോഷിക്കാം എന്ന് വെച്ചാൽ നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പിന്നെ അവിടെ പോയിട്ട് വെച്ചാൽ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ സന്തോഷിക്കാനും ചിരിക്കാനും ഒന്നും സമയം കാണത്തില്ല. അപ്പൊ എന്ത് ചെയ്യുക? ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ഓരോ ദിവസവും സ്മോൾ സ്റ്റെപ്സ് എടുത്തു വെക്കുമ്പം ദൈവമേ എനിക്കത് കഴിഞ്ഞല്ലോ, ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണ് പ്രപഞ്ചശക്തി നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അഹങ്കാരം ഉണ്ടാവരുത്. ഓരോ കാര്യങ്ങൾ അതായത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് എന്നും ഉണ്ടാവത്തില്ല, ഞാൻ എന്ന് പറയുന്ന ഭാവം ഉണ്ടാവത്തില്ല. ആ ഞാൻ എന്നുള്ള ഭാവം എപ്പോഴുണ്ടാവുന്നു അപ്പോൾ മാത്രം നമുക്ക് പേടിച്ചാൽ മതി. അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ മുറുക്കി പിടിച്ചിരിക്കുന്ന ഒരേ ഒരു ശക്തിയാണ്, യൂണിവേഴ്സൽ പവർ ആണ്. അതിന് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. മനസ്സിലായോ? ഇപ്പൊ യൂണിവേഴ്സിൽ ഈ പറയുന്ന എത്രത്തോളം അബൻഡൻസ് ഉണ്ടോ അത്രത്തോളം എല്ലാവർക്കും ഡിസേർവിംഗ് ആണ്. പക്ഷെ നമ്മുടെ ലാക്ക് മെന്റാലിറ്റി കൊണ്ടാണ്, അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് കൊണ്ടാണ് നമുക്ക് ഇതൊന്നും കാണാൻ പറ്റാത്തത്. ഒരു കുഞ്ഞ് ജനിച്ചു വന്ന സമയത്ത് എത്രത്തോളം സന്തോഷത്തിലായിരുന്നു ഇല്ലേ? പിന്നീട് എന്തായി? എല്ലാവരും അതിനെ കെയർ ചെയ്ത് സന്തോഷം എവിടാണെന്ന് കൊച്ചു വളരുന്നതനുസരിച്ച് കൊച്ചിന് അറിയത്തില്ല ഇത് എവിടെ പോയി ചോദിക്കണം എന്നുള്ള കാര്യം. എല്ലാവരും നമ്മളിപ്പോ ഒരു കുഞ്ഞിനെ കണ്ടാൽ നമുക്ക് സന്തോഷം കിട്ടുന്നു. ആദ്യം അത് സന്തോഷം കൊടുത്തിരുന്ന കൊച്ചാ അല്ലേ? അതായത് ആദ്യമായിട്ട് അവർ ജനിച്ചു വീണ സമയത്ത് ആ കൊച്ചിന്റെ ചിരി കണ്ടു കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും മനസ്സ് ആ കൊച്ചുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആശ്വാസം പറ്റും, അല്ലെങ്കിൽ നല്ല ഒരു അത്ര സമയം പോയി കിട്ടും, അല്ലെങ്കിൽ അത്ര സമയം ഹാപ്പിയായിട്ടിരിക്കാം എന്ന് വിചാരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൊച്ചു ഓരോ പ്രാവശ്യവും വീട്ടുകാരും നാട്ടുകാരും എല്ലാം കൊച്ചു വളരുന്നതനുസരിച്ച് അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് ചാടരുത്, അങ്ങോട്ട് പോകരുത്, ഫുൾ അങ്ങ് ലിമിറ്റിംഗ് ബിലീഫ് എടുത്തു വെച്ച് ആ കൊച്ചിനെ എന്ത് ചെയ്തു? അത്രത്തോളം ലെവലിലേക്ക് ഇട്ട് കഴിവില്ല, അതായത് അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ, അതിന് സന്തോഷം അറിയത്തില്ല. എന്ത് ചെയ്താൽ സന്തോഷം കിട്ടും? ഇത് തന്നെയാണ് മനുഷ്യരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്തോഷം അന്വേഷിച്ച് നമ്മൾ വെളിയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണ്. കിട്ടുമോ? നോ നെവർ. താൽക്കാലികമായിട്ടുള്ള സന്തോഷം. അവരെന്നോട് മിണ്ടിയാൽ, എന്റെ ഭർത്താവ് എന്നോട് നന്നായിട്ട് പെരുമാറിയാൽ ഞാൻ നന്നായിട്ട് ജീവിക്കും, എനിക്ക് സന്തോഷിക്കും. നോ നെവർ. നിങ്ങൾ സന്തോഷിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് ആത്യന്തികമായിട്ടുള്ള സന്തോഷം കിട്ടത്തില്ല. ബാക്കിയുള്ളതെല്ലാം എന്താണ്? കാന്തമാണ്. അവര് അങ്ങോട്ട് മാറുമ്പോൾ നമ്മുടെ സന്തോഷം പോകും. നിങ്ങളുടെ സന്തോഷം പെർമനന്റ് ആയിട്ട് വേണമെങ്കിൽ അത് നിങ്ങൾ എവിടെ തിരയാനാണ് ശ്രീബുദ്ധനും വിവേകാനന്ദനും ഒക്കെ പറഞ്ഞിരിക്കുന്നത്? അത് നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ ബാറ്ററിനെ നീ ചാർജ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി.
മനസ്സിലായോ? എല്ലാ ദിവസവും പോയിട്ട് റീചാർജ് ചെയ്യേണ്ട, ഉള്ളത് വെച്ചിട്ട് ചാർജ് ചെയ്താൽ മതി എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു യൂണിവേഴ്സൽ പവറിൽ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ശക്തിയാണ്. ആ ശക്തി നമ്മൾ എത്രത്തോളം വേണമെങ്കിലും നമ്മൾക്ക് വലിച്ചെടുക്കാം. അത് അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവരവർ വലിച്ചെടുക്കുക, അവരവര് ജീവിതത്തിൽ ഉയരുക. അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് പുതിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയുടെ ഒരു സംഭവം നിങ്ങൾ എപ്പോഴും കാണുന്ന രീതിയിൽ ഒട്ടിച്ചു വെക്കാവുന്നതാണ്. നിങ്ങളുടെ പഠന ടേബിളിലോ കതകിന്റെ പുറകിലോ ഒക്കെ വെക്കാവുന്നതാണ്. അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് രാവിലെയും രാത്രിയും അതിനിടയ്ക്കലൊന്ന് പോയിട്ട് കുറച്ചു നേരം നിങ്ങൾ ആ ജോലി കിട്ടുന്നതായിട്ടൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് ഒക്കെ പോകണം. അതൊക്കെ ബെറ്റർ ആണ്. പിന്നെ ഈ ഒരു ജോലി ലഭിച്ചതിന് പ്രപഞ്ച ശക്തിക്ക് നന്ദി എന്നിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എഴുതി വെക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് എന്താണ്, നമ്മൾ ആദ്യം പറഞ്ഞ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വളരെ പവർഫുൾ ആയി. ദാറ്റ് ഈസ് ദ ബേസിക് സ്റ്റെപ്പ്. അതില്ലാതെ ബാക്കി എല്ലാവരും എന്താ പറയുന്നത്, ഈ ബ്ലോക്സ് അവിടെ നിർത്തിയിട്ട് അതിനെ മണ്ടേക്കാണ് ഈ അഫോർമേഷനും വിഷ്വലൈസേഷനും പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അവിടെ റിജക്ഷൻ സംഭവിക്കും പലയിടത്തും. അതായത് ഇപ്പൊ നമ്മൾ പറയുവാണ്, പൈസ ഇല്ലാത്തൊരു വ്യക്തിയോട് പറയണം ഞാനൊരു മണി മാഗ്നറ്റ് ആണെന്ന് പറയാൻ പറഞ്ഞാൽ പിന്നെ ഇവക്കൊന്നും വേറെ പരിപാടി ഇല്ലേ എന്നിട്ടായിരിക്കും ഫസ്റ്റ് ടൈമിൽ അതിന്റെ കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കുന്നത്. അതേസമയം എന്ത് പറയാം, എന്നിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഇത് കിട്ടും. പണം ആ ഒരു രീതിയിലേക്ക്, അതായത് നമുക്ക് പറ്റുന്ന രീതിയിൽ, നമുക്ക് വിശ്വസിക്കുന്ന രീതിയിലേക്ക് അതിനെ ഒന്ന് മാറ്റി വേണമെങ്കിൽ പിടിക്കാവുന്നതാണ്. അപ്പൊ അത് നമ്മൾ പറയുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ തന്നെ വിഷ്വലൈസ് ചെയ്യുക നമ്മൾക്ക് ആ ജോലി കിട്ടുന്നതായിട്ടും, നമ്മൾക്ക് അത് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഏതൊക്കെ സ്ഥലത്താണ് പോകാനുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ വിഷ്വലൈസ് ചെയ്യണം. നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന സംഭവം എന്തുവാ? നെഗറ്റീവ് ആയിട്ടുള്ള വിഷ്വലൈസേഷൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ അങ്ങനെ പറയുമോ, ഇവരിങ്ങനെ പറയുമോ, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, ഇങ്ങനെ വന്നാൽ ഞാൻ എന്ത് ചെയ്യും, ഇതിനുള്ള ആൻസേഴ്സ് ആയിരിക്കും നിങ്ങളുടെ മനസ്സ് എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മനഃപൂർവ്വം നിങ്ങളുടെ ചിന്തകളെ മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണ്ടതിലേക്ക് ഫോക്കസ് ചെയ്ത് ശരിയാക്കി കൊണ്ടുവരണം. അത് ഇച്ചിരി പണിയുള്ള കാര്യമാണ്. നമ്മളപ്പോ നമ്മളിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നെങ്കിലേ ആ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഐ ലവ് യു ഓൾ.